ഹലോ ഗൈസ്, അതെ ഓഫ് ടു തഞ്ചാവൂരാണ്. അപ്പുറത്തെ അതെ അണ്ണമ്മാവനോട് ചാറ്റ പറയുന്നു. അതെ ബൈ. ഊർക്ക് പോവുകയാണ്. ഇനി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കാണാം. നമുക്ക് ഇവിടെ 5:20 പോകുന്ന ട്രെയിൻ തന്നെയാണ്. എറണാകുളത്ത് നിന്ന് വീണ്ടും 10:25 പോകുന്നത്. അപ്പം ട്രെയിൻ മാറി കയറാൻ വേണ്ട, ഇത് തന്നെയാ. ഏതാ ഇതിന്റെ പേരെന്തായിരുന്നു? കാരക്കൽ. എറണാകുളം ജംഗ്ഷനിലെത്തി. കഴിച്ചു കഴിഞ്ഞു. കേൾക്കാവോ? സമയം ഇനിയും ബാക്കി. അപ്പൊ ഞങ്ങൾ ആ സമയം ഉള്ള സമയം എങ്ങനെയാ വിനിയോഗിക്കാം? അതിനു വേണ്ടിട്ട് ഞങ്ങൾ ഒരു സ്ഥലത്തേക്ക് പോയത്. ഇപ്പൊ കണ്ടോണം, ലോകത്താരും പോകുന്ന സ്ഥലം, വെറൈറ്റി ഒരു മനുഷ്യന് തന്നെ കണ്ടുപിടിക്കാത്ത സ്പോട്ടാണ്. അപ്പൊ ചേട്ടാ നമ്മുടെ ചേച്ചി ദ മാസ്റ്റർ ബ്രെയിൻ ഓഫ് ദിസ് തഞ്ചാവൂർ. അല്ല, നമ്മളെ ഇതുവരെ കസിൻസ് പോയിട്ടില്ല. ചേച്ചിയുടെ അതെ ചേച്ചി വന്നത് ഐശ്വര്യം. ഞങ്ങൾ കൊച്ചിയിൽ ഇതുവരെ ആരും പോകാത്ത സ്പോട്ടിലെത്തി. മെട്രോ അല്ല, ഞങ്ങളുടെ പ്ലേസ് വേറൊരു സംഭവമാണ്, വെറൈറ്റിയാണ്. ഇപ്പൊ കണ്ടോണം, ഈ മനുഷ്യൻ ആദ്യമായിട്ടാണ് കൊച്ചി മെട്രോയിൽ വരുന്നത്. ഇതെന്നാന്നറിയാമോ? ഞങ്ങള് പറഞ്ഞ മെയിൻ സ്പോട്ട്. ഇതുവരെ ആരും എറണാകുളത്ത് വന്ന മനുഷ്യന്മാരാരും ഇതുവരെ പോവാത്ത സ്ഥലം ഞങ്ങൾ കണ്ടുപിടിച്ചു. ഇപ്പൊ കാണിച്ചു തരാം. ഞെട്ടരുത് അല്ലേ? കാണിക്കോ? ആദ്യമായിട്ട് വരുന്നതിന്റെ ടെൻഷനുണ്ട്. കാരണം ഒത്തിരി പേരൊന്നും ഇവിടെ വന്നിട്ടില്ലല്ലോ, അല്ലേ? ഒത്തിരി പേരൊന്നും ഇവിടെ വന്നിട്ടില്ലല്ലോ. ഞങ്ങളൊക്കെ ആദ്യം ഞങ്ങളൊക്കെ അവിടെ ഇരിക്കും. നല്ല പരിചയമുള്ള ഒരാളൊക്കെ ഉണ്ട്. മെസ്സിയാണ് വെയിറ്റിംഗ് ഫോർ മറ്റന്നാളത്തെ ലോകകപ്പ്. അർജന്റീന ജയിക്കുമെന്ന് ശുഭപ്രതീക്ഷയിൽ. ഇതിന് പറ്റിയ ഗ്രാവിറ്റി. ഭദ്രാജി ഇവിടെ വരൂ. ഇതെന്താ സംഭവം എന്ന് വിശേഷിപ്പിക്കൂ. സീറോ ഗ്രാവിറ്റി. ഞാനും കൊച്ചു ഇവിടെ നിൽക്കും. അവരൊക്കെ പോകും. ഇവര് പോട്ടെ. എനിക്ക് എല്ലാവരും ഇതിന്റെ മണ്ടയിലേക്ക് കയറുവാണ് ഗായ്സ്. ഞാൻ ഗ്രാവിറ്റി ഒക്കെ ഉള്ള ഇവിടെ നിൽക്കുവാണ്. ഇവിടെ ഗ്രാവിറ്റി ഇല്ലാത്തടത്ത് പോവാണ്. അല്ലേ, നമ്മള് സേഫ് അല്ലേ നേരത്ത്? ഓ കയറി. ഒരു പമ്പരം കണക്കിന് കറങ്ങി വരുന്നുണ്ട്. നോക്കട്ടെ.
കാലുകുത്തി. വാ, 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 വാ. ദാണ്ട് വരുന്നു. പോയ പോലെ അല്ലല്ലോ തിരിച്ചു വരുന്നത്. എന്താ അങ്ങനെ പറഞ്ഞിട്ട് പോ. എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെയുണ്ടായിരുന്നു? ആരോ താഴെ പോയല്ലോ. എനിക്ക് തോന്നി. പാർവതി മറ്റേ സുനാപ്പിയുടെ മുകളിൽ കയറിയിട്ട് ചാകാറായി ഗൈസ്, ചാകാറായി. എസിയിലിരുന്ന് വേർക്കും. കുറച്ച് ക്ഷീണമുണ്ട്. ഒരു ഇതിൽ കയറിയിട്ട് വന്നതാ. അതിപ്പോ ഇച്ചിരി വെള്ളം കൊടുക്കും. ക്ഷീണം കാണും. ഞാൻ ഇവിടുന്ന് നോക്കിയപ്പോ ഒരു നിഴല് മാത്രം കുറച്ച് താഴെ, ബാക്കി എല്ലാവരും ഒരുമിച്ചിരിക്കുകയാണ്. ഈ നിഴല് മാത്രം ഇങ്ങനെ പറഞ്ഞേ. എനിക്കത് കാണുമ്പോ ട്രോമ എന്റെ പൊന്നു മക്കളായി. നിങ്ങളുടെ നല്ലതിന് വേണ്ടി പറയാം. ആ പണ്ടാലത്ത് കയറോയ്ക്ക് എല്ലാവരും കൂടി ഞാൻ ബുദ്ധിപരമായി എനിക്കിപ്പോഴാ എഫക്റ്റ് മാറിയിട്ടില്ല. എന്നോട് പറയാം, ഞങ്ങൾ ബഹിരാകാശം ഞാനും ആമി സേഫായിട്ട് താഴെ ഉണ്ടായിരുന്നു. ഞാനൊക്കെ ഭൂമി തന്നെ എങ്ങനെയാണ് നിലനിർത്തി നിൽക്കുന്നത് അറിയാം. അപ്പോഴിനി ഗ്രാവിറ്റി ഇല്ലാത്തടത്തേക്ക് ഒന്നും വിടരുത്, എല്ലാം കൈയോടെ പിടിച്ചോണം. ഒന്നും താഴെ, എല്ലാം താഴെ പോവും. അതിടാ ഒന്നും പിടിക്കാതെ എല്ലാം താഴെ വിടാൻ ഫുൾ കോൺഫിഡൻസ്. ഈ ചേച്ചി കുറെ നാളായില്ലേ ഇവിടെ നിൽക്കുന്നു. ചമ്മാതിരിക്കാനാ. ആദ്യം വീടൊന്നൊന്ന് പറഞ്ഞിരുന്ന ഒരു ഉണ്ടെങ്കിലും വീണാലെങ്കിലും പിടിക്കുമോ? രണ്ട് കഴിഞ്ഞാണ്. ഓരോ 60 രൂപ ഒന്നും രണ്ടോ ഞങ്ങൾക്കാണത്. 23 എല്ലാം പിടിക്കില്ല. എല്ലാം പിടിക്കില്ല. ചിലവരെ പോലെ എന്നിട്ട് രണ്ടെണ്ണം പിടിച്ചില്ലേ? മോശമായി പോയി. ആമി പിടിക്കുന്നോ? രണ്ട് കൈയുണ്ട്. കുഞ്ഞിക്കൈകൾ പിടിക്കുവോ? അത് പോയി. അതറിയില്ല. അങ്ങനെ അവസാനത്തെ 3 വയസ്സായിട്ട് മദ്രാജി തോപ്പിട്ടു. ദേവനാരായണ നടന്നു. 4 നമുക്ക് 4 ലക്ഷം. 2, 3, 4. ആരംഭം എന്താ പറയുന്നു? സ്ഥാനം പിടിക്കും. 5 ഒന്ന് ചെല്ലും. ഉണ്ടോ തന്നെ ഓൺ ചെയ്യുക. വൈഷ്ണവർ ഈ കളി ജയിച്ചിരിക്കുന്നു. ഞങ്ങൾ സമനില അല്ലേ? ഞങ്ങളെല്ലാവരും സമനില. ഓ ഭാര്യയും ഭർത്താവും സെയിമ. 2 പേർക്ക് ബുദ്ധിയില്ലെന്ന്. ഇതിലും എല്ലാം ചെയ്താൽ മതിയായിരുന്നു. ബസ് കുറച്ച് സംഗീതാത്മകമായ പരിപാടിയാണ്. ഉണ്ണേറിന് ഈ കുതിരപ്പുറത്ത് കാരണം എന്ന് പറഞ്ഞ് ഭയങ്കര വാശി. അത് കൊച്ചു പിള്ളേർക്കുള്ളതാണ്. നേരെ നോക്കി വണ്ടി ഓടിച്ചോ. സൂക്ഷിക്കണേ, വണ്ടി ഇരിക്കുന്നേ. കാര്യമായിട്ട് ഇത് ലൈസൻസ് പ്രശ്നം നല്ലത്. അധികം ആരും കണ്ടിട്ടില്ലാത്ത സ്ഥലം വന്ന് കണ്ട് സന്ദർശിച്ചു. ഞാൻ ഉണ്ണേട്ടനാണ്. ഞങ്ങള് ബൈ ബൈ ലുലു. ഇത് വായിക്കാലോ അല്ലേ? തലതിരിച്ചാന്നേ ഉള്ളൂ. നമ്മൾ ആദ്യം കാണിച്ച സ്ഥലം തന്നെ ലുലു മാള്. ഞങ്ങൾ ഇതുവരെ ഞങ്ങളെല്ലാവരും വന്നിട്ടുണ്ട്. വെറുതെ പറഞ്ഞത്, ഒന്നും പറയാനില്ല. അതുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക്
ഞങ്ങളുടെ വലിയ കടകൾ കുറേ ഉള്ള സ്ഥലത്ത് കയറി. അവിടെ എന്തൊക്കെയാ കണ്ടത് നമ്മള്? കിളിക്കാൻ പറ്റിയുണ്ട്, ഓടിക്കുന്ന വണ്ടിയുണ്ട്, പിന്നെ ഉടുപ്പുണ്ട്, കുറേ ഉടുപ്പുണ്ട്. വലിയ കടയാട്ടോ, വലിയ കട. ഏതോ വലിയ ആളുടെ കടയായിരുന്നു. ഞങ്ങൾ ചിന്തിക്കടയൊക്കെ കണ്ടിരുന്നു. പക്ഷെ അത് അപേക്ഷിച്ച് നോക്കിയപ്പോ ഇത് ഭയങ്കര എല്ലാത്തിനും വലിയ വില. അല്ലേ പറഞ്ഞപ്പോ നമ്മൾ ചിന്തിക്കടല്ലേ കണ്ടുള്ളൂ. പെട്ടെന്ന് ഇത് കണ്ടപ്പോഴത്തേക്ക് അതെ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയി. പറഞ്ഞപ്പോഴൊക്കെ കിളിക്കാൻ പറ്റി മേടിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇല്ല തുറന്നിരിപ്പുണ്ട്, അതുകൊണ്ടത് മേടിച്ചില്ല. വലിയ കടയായിരുന്നു കേട്ടോ, വലിയ കട. ധൂമ്പജാലയൊക്കെ ഉണ്ടായിരുന്നു. ഇവരെ ഇന്ന് എയറിലൊക്കെ പോയിട്ട് വന്നു. ഞാൻ നിലത്തായിരുന്നു. പാർവതി എയറിൽ വരാത്തല്ല, എയറിൽ താഴെ ഇറക്കാൻ ശ്രമിച്ചു. പിന്നെ ഇറക്കി കയറി മൊത്തം പ്രശ്നമായി. ഞാനും ആമീൻ കഥയൊക്കെ പറഞ്ഞവിടെ എന്റെ ക്യാമറ മുഴുവൻ വെള്ളമായി. മഴ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാ. ലുലുമാളിന്ന് ബ്ലർ കാര്യാക്കണ്ട, ഞങ്ങള് മൊത്തത്തിൽ ബ്ലറായി. ഓടട്ടെ മൊത്തം പ്രശ്നം. എന്റെ വെള്ളം മുഴുവൻ പോയി. അല്ല എന്റെ ഫോൺ മുഴുവൻ ഇങ്ങോട്ടായിരുന്നു വെറുതെ പിടിച്ചേ. മഴ കൊണ്ട് നല്ലൊരു ദിവസം. ഓടും, കൊടയില്ല വടിയില്ല, എല്ലാരും കൂടി ഓടിയേക്കുവാ. ആ കൊട ഉണ്ടോ? എന്നാലും നനയ്ക്കാൻ പറ്റൂല. ഞങ്ങള് കൊട എടുത്താലും നനയ്ക്കൂല, നനഞ്ഞു പോവും. ഡൽഹിയിൽ നിന്നൊരു മനുഷ്യൻ പോകുന്ന പോക്കുണ്ട്. എവിടെ ചെന്നാലും പ്രഭാവണ്ടനാണല്ലോ. മടുത്തു ഓടിയതാ വെള്ളം കാണാതെ. ഞങ്ങൾ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലെത്തി ഗൈസ്, എറണാകുളം. ഇനി ഇവിടെ നിന്നാണ് ഞങ്ങൾ ഡെസ്റ്റിനേഷനിലേക്കുള്ള വണ്ടി ആരംഭിക്കുന്നത്. ഇത് ഞങ്ങൾ രാവിലെ കോട്ടയത്തു നിന്ന് വന്ന വണ്ടി തന്നെ, സെയിം വണ്ടി. അപ്പൊ രാവിലെ കാണാം. ഓണിയുടെ ടാറ്റ. ബൈ. നിങ്ങൾ ഇവിടെ നമ്മൾ ട്രെയിനിൽ കയറി എറണാകുളത്ത് നിന്ന് ട്രെയിൻ വിട്ടു. അവർ വേറെ കോച്ചാണ്, നമ്മൾ വേറെ കോച്ചാണ്. പിന്നെ ഞാനും മേഘനും മാറിയുണ്ട്. അപ്പോൾ അവരെ നമുക്ക് രാവിലെയാണ്. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്. ഞങ്ങൾ 4 പേരും ഒരു കൊച്ച്, വൈഷ്ണവജി വേറെ കൊച്ച്, അമ്മോപ്പനും ഉണ്ണിയേട്ടൻ പിന്നെ വേറെ കൊച്ച്. എല്ലാം അടിച്ചു പിരിഞ്ഞു. ഒരു യാത്ര കൊണ്ട് അടിച്ചു പിരിഞ്ഞു. എറണാകുളം വരെയാണ്, ഇങ്ങനെ അങ്ങോട്ട് പോകാം. തഞ്ചാവൂർ വരെ എത്തണം, ഒറ്റ യാത്ര കൊണ്ട് അടിച്ചു പിരിഞ്ഞു. അപ്പൊ നാളെ എല്ലാവരും കണ്ടുപിട്ടുള്ളൂ. ഞങ്ങൾ അതൊക്കെ ചാച്ചാൻ പോകും. എല്ലാവരും മുട്ടേറ്റ് പറയാം. അതിപ്പോ ഉറങ്ങാൻ പോവല്ലോ തോന്നുന്നു. ഗുഡ് നൈറ്റ് പറഞ്ഞു. അപ്പൊ ശരി, നാളെ കാണാം. ഗുഡ് നൈറ്റ്.